ലാഭം സുനിശ്ചിതമാണ്, അധ്വാനം വളരെ കുറവാണ്. സമയമോ ഹജ്ജിനെ പോലെ മാസങ്ങൾ ആവശ്യമില്ല, നോമ്പിനെ പോലെ 12 മണിക്കൂർ ആവശ്യമില്ല, നിസ്കാരത്തെ പോലെ 5 മിനിറ്റും ആവശ്യമില്ല. സുന്നത്തായ ഒരു നമസ്കാരം 2 റക്അത്ത് നമസ്കരിക്കണമെങ്കിൽ എത്ര മിനിറ്റ് വേണം ചുരുങ്ങിയത്? എന്നാൽ സുന്നത്തായ നാഫിലത്തു ഷഹാദത്തൈനിയിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നോ അല്ലാഹ് എന്നോ ഉച്ചരിക്കാൻ ചെറിയ സെക്കൻഡുകളുടെ ആവശ്യമേ ഉള്ളൂ. റസൂലുള്ളാഹി വസ്സലാത്തു അലാ റസൂലില്ല. സമയബന്ധിതമല്ല, ശരീരത്തിന് തീരെ പ്രയാസമില്ല, പള്ളിയിൽ പോയി ചെയ്യണമെന്നില്ല, കുളിച്ച് വൃത്തിയാക്കി വുളൂ ചെയ്ത് മാത്രമേ ചെയ്യാൻ പാടൂ എന്ന് നിയമമില്ല, ഔറത്ത് മറക്കൽ നിർബന്ധമില്ല. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് ചൊല്ലിക്കൊണ്ടിരിക്കാൻ പ്രയാസമില്ല, പൈസയുടെ മുടക്കില്ല, മക്കയിലേക്ക് പോകണമെന്ന നിയമമില്ല, പോകട്ടെ പള്ളിയിൽ പോയി ചൊല്ലിയാലേ സ്വലാത്ത് പറ്റൂ എന്നില്ല, സഗൗരവം ചെയ്യണമെന്നില്ല, തമാശയായി ചൊല്ലിയാൽ പോലും മതി, സ്വീകരിക്കപ്പെടാതിരിക്കുകയില്ല. ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഇസ്ലാം എളുപ്പമാണ്, പ്രബുദ്ധമാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട എക്സ്പേർട്സ് ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉത്ബോധനം ഉൾക്കൊണ്ട ആളുകൾ ഉണ്ടാകും, അവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിർവഹിക്കുവീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅഹ്ലി ബൈത്തിഹി വസ്വഹാബത്തിഹി വഅസ്വാജിഹി ത്വാഹിറാത്തി ഉമ്മഹാത്തിൽ മുഅ്മിനീൻ വബഅദ്. വല്ലാഹു ഖദ് കതബ الصിയാമ ബിഫദ്ലിഹി കൈലാ തളീഖ റൂഹു ബിൽ അബ്ദാനി. പരിശുദ്ധ ഇസ്ലാമിക ശരീഅത്തിന്റെ വളരെ ലളിതവും പ്രായോഗികവും യുക്തിഭദ്രവുമായ ക്രമീകരണം, അനുഷ്ഠാന സംവിധാനം ചിന്തിക്കും തോറും നമുക്ക് ഇഷ്ടം വർദ്ധിക്കുന്നതാണ്. നേരെ ചൊവ്വെ മനസ്സിലാക്കിയാൽ സർവശക്തനായ അല്ലാഹുവിൻ്റെ കാരുണ്യ കടാക്ഷങ്ങളാണ് അനുഷ്ഠാന വ്യവസ്ഥിതിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. സ്നേഹപൂർവം ചിന്തിക്കാൻ കഴിയാത്തവർക്ക് ചില അനുഷ്ഠാനങ്ങൾ കഷ്ടപ്പാടായോ ബാധ്യതയായോ ബുദ്ധിമുട്ടായോ ഒക്കെ അനുഭവപ്പെട്ടേക്കും. ഉദാഹരണം, പരിശുദ്ധ റമദാനിലെ വ്രതാനുഷ്ഠാനം. രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കണമല്ലോ എന്നാണ് അവർ ആലോചിക്കുന്നത്. പക്ഷേ സുചിന്തിതമായി സ്നേഹപൂർവം ആലോചിക്കുമ്പോൾ അല്ലാഹു തആല അവൻ്റെ പരിശുദ്ധ സമ്മാനമായ ദീനിലൂടെ ഒരു പ്രയാസവും എവിടെയും നിശ്ചയിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പരിശുദ്ധ ഇസ്ലാമിന്റെ ക്രമീകരണം തന്നെ അർക്കാനുൽ ഇസ്ലാമി ഹംസ, എല്ലാവർക്കും അനിവാര്യമായ ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങൾ, നിർബന്ധമായ 5 ഘടകങ്ങൾ. ഏറ്റവും എളുപ്പമുള്ളതാണ് എല്ലാവർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത നിർബന്ധ ബാധ്യത. രണ്ടാമത്തെ ഘടകം കുറച്ചുകൂടി പ്രയാസമുള്ളത്. മൂന്നാമത്തത് അതിലേറെ കുറച്ചുകൂടി പ്രയാസം തോന്നിക്കുന്നത്. 4 അതിനേക്കാൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടായി ചിലർക്ക് തോന്നുന്നത്. 5 എല്ലാറ്റിനേക്കാളും പ്രയാസവും ബുദ്ധിമുട്ടും തോന്നുന്നത്. അതായത് ഷഹാദത്തൈനി ഏറ്റവും എളുപ്പമുള്ളതാണ്. 2 വാചകങ്ങൾ മനസ്സറിഞ്ഞ് അംഗീകരിച്ച് ചൊല്ലുക. ഇത് എല്ലാവർക്കും ഇസ്ലാം ആയിത്തീരാനുള്ള നിർബന്ധമായ റുക്കനാണ്. അഷഹാദത്തൈനി ഒന്നാമത്തതാണ്. ആർക്കും വിട്ടുവീഴ്ച ഇല്ലാത്തത് കൊണ്ട് വളരെ ലളിതമാണ്. ഒരു ശാരീരിക അധ്വാനമോ സാമ്പത്തിക ബാധ്യതയോ ഇല്ലാത്തതുമാണ്. എന്നാൽ ഈ ക്രമീകരണത്തെ കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിച്ചാൽ 5ാമത്തതാണ് ഹജ്ജ്. അതിന് പണം വേണം, ശാരീരിക ആരോഗ്യം വേണം, യാത്രാ സംവിധാനം വേണം.
അവർക്ക് തന്നെ ആയുസ്സിലൊരിക്കലേ നിർബന്ധവുമുള്ളൂ. എല്ലാ കഴിവുകളും ഒത്തുമേളിച്ചവർക്കും ആയുസ്സിലൊരിക്കൽ മാത്രമേ ഹജ്ജ് നിർബന്ധമുള്ളൂ. ആവർത്തിക്കുന്നത് തന്നെ എപ്പോഴും അത്ര കണ്ട് നല്ലതല്ല, എല്ലാ വർഷവും ആവർത്തിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞവർ വരെ ഉണ്ട്. സംവിധാനത്തിന്റെ ശാസ്ത്രീയതയാണത്. മറ്റുള്ളവർക്കെല്ലാം കൂടുതൽ സൗകര്യം ചെയ്തു കൊടുക്കുന്നതിൻ്റെ ഭാഗമായി ഫർള് അനുഷ്ഠിച്ചവർ എല്ലാ വർഷങ്ങളും അവിടെ ചെന്ന് തിരക്ക് കൂട്ടാതെ ഒഴിവാക്കി കൊടുക്കുക എന്ന നിയമം 5 വർഷത്തിലൊരിക്കൽ വീണ്ടും ഒന്ന് ആവർത്തിക്കാം, പുണ്യമാണ് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. എന്നാലോ പുണ്യങ്ങൾക്ക് വേണ്ടി നെട്ടോട്ടം നടത്തുന്നവര് അതൊന്നും ശ്രദ്ധിക്കൂല. 5ാമത്തെ ഫർളിന്റെ സുന്നത്തുകൾ നിർവഹിക്കാൻ വേണ്ടി വർഷം തോറും ലക്ഷങ്ങൾ മുടക്കുക, ശരീരം കൊണ്ടും മറ്റും കഷ്ടപ്പെടുകയാണ്. ഇത് പക്ഷേ ഇസ്ലാമിക സംവിധാനത്തിന്റെ ശാസ്ത്രീയത ഉൾക്കൊണ്ടവർ അങ്ങനെ ചെയ്യുകയില്ല. ഏതാകട്ടെ ഹജ്ജ് പ്രയാസമുള്ളതും പണം മുടക്കുള്ളതും ശരീരം തന്നെ അധ്വാനിക്കേണ്ടതും വലിയ യാത്ര അനിവാര്യവുമാണ്. അതുകൊണ്ട് ആയുസ്സിലൊരിക്കൽ മാത്രം ഒരാൾക്ക് നിർബന്ധം. എന്തൊരു സന്തോഷം! ഈ പറഞ്ഞ യോഗ്യതയില്ലാത്തവർ ആയുസ്സിലൊരിക്കലും ഹജ്ജിന് പോയില്ലെങ്കിൽ ഒരു കുറ്റവുമില്ല, ഒരു മോശവുമില്ല. എന്നാൽ അതിനേക്കാളും തൊട്ടടുത്ത് പ്രയാസം കൊണ്ട് അടുത്ത് നിൽക്കുന്നതാണ് വ്രതാനുഷ്ഠാനം, നോമ്പ്. അത് ആണ്ടിലൊരിക്കൽ ഒരു മാസം. അത് നിർബന്ധമാക്കിയതിൻ്റെ അനിവാര്യത മനസ്സിലാകണമെങ്കിൽ നമ്മുടെ ശരീരഘടനയെക്കുറിച്ചും ഭക്ഷണത്തോടുള്ള നമ്മുടെ സമീപനത്തെക്കുറിച്ചുമൊക്കെ ശാസ്ത്രീയമായി മനസ്സിലാക്കണം. എല്ലാ ദർശനങ്ങളും മതങ്ങളും ശാസ്ത്രീയ സംവിധാനങ്ങളും ഒരുപോലെ സമ്മതിക്കുന്ന കാര്യമാണ് ഭക്ഷണത്തെ നിയന്ത്രണ വിധേയമായി പ്രയോഗിച്ചില്ലെങ്കിൽ ശരീരം അപകടകരമായി ചീത്തയാകും. ആരോഗ്യപരമായി പല അവസ്ഥകളും മോശമായി തീരും. ഈ ഒരു അവസ്ഥയെ അറിയുന്ന സൃഷ്ടാവായ അല്ലാഹു ശരീരം വർഷത്തിലൊരിക്കൽ ഒരു മാസം ഭക്ഷണ ക്രമീകരണം വരുത്തി വ്രതം സ്വീകരിക്കണമെന്ന് പറഞ്ഞത് ഈ ശരീരത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്നാലോചിക്കാൻ ഈമാനികമായി വലിയ ഉയർച്ചയോ വൈജ്ഞാനികമായി വലിയ വളർച്ചയോ ഒന്നും ആവശ്യമില്ല. ശരീരത്തിന്റെ ക്രമീകരണമാണത്. നമ്മുടെ ഗുരുനാഥൻ പറഞ്ഞു, നോമ്പ് ഇത് അനുഗ്രഹമാണ്, സമ്മാനമാണ്. അള്ളാഹു തആല അത് നിശ്ചയിച്ച് നൽകിയതിന് അള്ളാഹുവിന്റെ ഫള്, അനുഗ്രഹത്തെയാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ട്? ശരീരത്തിന്റെ ഭാരം കൊണ്ട് ആത്മാവിന്റെ സുഗമമായ പ്രയാണം വിഷമിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാനാണ് നോമ്പിനെ അള്ളാഹു നിശ്ചയിച്ചത്. വല്ലാഹു ഖദ് കതബ സിയാമ ബിഫളിഹി കൈ ലാ തളീഖ റൂഹു ബിൽ അബ്ദാനി. ആധ്യാത്മികമായ പ്രയാണം നടത്തുന്ന റൂഹ് ഈ ശരീരത്തിന്റെ അനാവശ്യമായ ഭാരം കൊണ്ട് കുടുസായി കുടുങ്ങുകയാണ്. അതിന് പരിഹാരം ശരീരത്തിന്റെ ഭാരത്തെ നിയന്ത്രിക്കുക, ഇടയ്ക്കിടെ ആഹാര നിയന്ത്രണ സംവിധാനം സ്വീകരിക്കുക. അതും വർഷത്തിലൊരിക്കലേ നിർബന്ധമാക്കിയുള്ളൂ, ഒരു മാസം. അതും 24 മണിക്കൂർ വേണ്ട, 12 മണിക്കൂറേ ഉള്ളൂ. അത് തന്നെയും വളരെ ലളിതമായി പ്രത്യേകമായ കർമ്മങ്ങളൊന്നും വ്രതാനുഷ്ഠാനം നിർവഹിക്കുന്ന വേളയിൽ നോമ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേക നിബന്ധനകളൊന്നുമില്ല. ആഹാര സംവിധാനങ്ങൾ നിയന്ത്രിക്കുക. ഇനി എല്ലാ ശരീരത്തിനും ഇത് സാധ്യമല്ലല്ലോ എന്ന് അള്ളാഹുവിനറിയാം. അതുകൊണ്ട് അള്ളാഹു തആല നോമ്പുമായി ബന്ധപ്പെട്ട് വിശദമായി പറഞ്ഞു, അയ്യാമം മഅദൂദാത്ത്, എണ്ണപ്പെടാവുന്ന നാളുകൾ മാത്രമേ ഉള്ളൂ. കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. പൂർവിക സമൂഹങ്ങൾക്കെല്ലാം അവരുടെ ശാരീരിക ആത്മീയ വളർച്ചയ്ക്കും നിയന്ത്രണത്തിനും നിശ്ചയിച്ചതുപോലെ നിങ്ങൾക്കും നിശ്ചയിക്കുന്നു.
എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പിന്നീട് അള്ളാഹു പറഞ്ഞത് എന്താണ്? വല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ. ഇവിടെ പലരും അർത്ഥകൽപ്പന നടത്തുമ്പോൾ പരിശുദ്ധ ഖുർആനിന്റെ ആത്മാവിനെ തൊട്ടറിഞ്ഞുകൊണ്ടല്ല പറയുക. വല്ലദീന യുതീഖൂനഹു, നോമ്പെടുക്കാൻ കഴിവുള്ളവർ തന്നെയും. അതിന്റെ അർത്ഥം നോമ്പെടുക്കാൻ കഴിവില്ലാത്തവർ എന്നർത്ഥം വെക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? വല്ലദീന ലാ യുതീഖൂനഹു എന്ന് പറയുന്നില്ല. നാം മനസ്സിലാക്കിയ അർത്ഥത്തെ ശരിപ്പെടുത്താൻ വേണ്ടി അവിടെ ചിലരെല്ലാം ഒരു ലാ, കഴിവില്ലാത്തവർ എന്ന് പറയാൻ അവിടെ സങ്കല്പിച്ചു കൊടുക്കാറുണ്ട്. ഭാഷയുടെ സൗന്ദര്യം മനസ്സിലാക്കിയവര് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. വല്ലദീന യുതീഖൂനഹു, നോമ്പ് ലളിതമായും സുഗമമായും സുഖപ്രദമായും ചെയ്തു തീർക്കാൻ കഴിവില്ലാത്തവർ, അവര് ഫിദിയത്തുൻ തആമു മിസ്കീൻ, ഒരു പാവപ്പെട്ടവന് ആഹാരം നൽകിക്കൊണ്ട് പ്രായശ്ചിത്തം, ഫിദിയ നൽകിയാൽ മതി എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതായത് ശരീരം വളരെ പാടുപെട്ട് കഷ്ടപ്പെട്ട് വിഷമിച്ചുകൊണ്ട് മാത്രമേ നോമ്പ് പൂർത്തിയാക്കാൻ കഴിയൂ എന്ന ഒരവസ്ഥ ഏതൊരാൾക്കുണ്ടെങ്കിലും അവർക്ക് വിട്ടുവീഴ്ചയുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. എന്നാൽ അത് മടിയുടെ പേരിലോ അല്ലെങ്കിൽ പരിശുദ്ധ റമളാനിനോടുള്ള ആദരവ് കുറഞ്ഞതിന്റെ പേരിലോ വിട്ടുവീഴ്ച സ്വീകരിക്കാൻ വേണ്ടിയുള്ള അവരവരുടെ കൗശലം ആയിത്തീരരുത്. കഴിവുള്ളവരെല്ലാം സന്തോഷത്തോടുകൂടി വ്രതം അനുഷ്ഠിക്കുക തന്നെ വേണം. എന്നാൽ കഴിവ് കുറഞ്ഞവർ, ഇവിടെ പരിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം വല്ലദീന യുതീഖൂനഹു എന്നാണ്. കഴിവുള്ളവർ എന്നതിന് ഖുർആൻ ഉപയോഗിച്ച പദം ത്വാഖത്ത് എന്ന പദാണ്. ത്വാഖത്തുൻ എന്ന് പറഞ്ഞാൽ മാക്സിമം കപ്പാസിറ്റി എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ നേരെ അടുത്തുള്ളത് വുസ്ഉ എന്നാണ്, കഴിവ്, സുഗമമായ അവസ്ഥ. ഇത് മനസ്സിലാകാൻ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, ത്വാഖത്ത് എന്ന മാക്സിമം കപ്പാസിറ്റിയുടെ പ്രയോഗത്തിന്റെ എത്രയോ വിശാലമാണ് വുസ്ഉ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. അല്ലാഹു ഒരാളോടും അവരവരുടെ ശരീരത്തിന് സുഗമമായി എളുപ്പമായി നിർവഹിക്കാൻ കഴിയുന്ന കാര്യമല്ലാതെ നിർബന്ധമായി കീർത്തിക്കുന്നില്ല എന്ന്. അപ്പോൾ വുസ്ഉ എന്ന് പറഞ്ഞാൽ സാവകാശം, സന്തോഷത്തോടെ ലളിതമായി നിർവഹിക്കാൻ കഴിയുന്ന അവസ്ഥ. അതുള്ളവർക്കാണ് നോമ്പ് ഫറളുള്ളത്. സാധാരണഗതിയിൽ എല്ലാവർക്കും കഴിയും. പ്രത്യേക രോഗമോ വാർദ്ധക്യമോ ഒന്നും ഇല്ലാത്തവർക്കൊക്കെ സുഗമമായി തന്നെ നിർവഹിക്കാൻ കഴിയും. അവർക്കെല്ലാവർക്കും നിർബന്ധമായി നോമ്പ് അനുഷ്ഠിക്കുക തന്നെ വേണം. എന്നാൽ വല്ലദീന യുതീഖൂനഹു, കഴിവുള്ളവർക്ക്, പാവപ്പെട്ട മിസ്കീന് ഫിദിയ, ഭക്ഷണം കൊടുത്താൽ മതി, കഴിവുള്ളവർക്ക് നോമ്പ് നോൽക്കണമെന്നില്ല എന്ന് പറഞ്ഞ ഈ പ്രയോഗം വല്ലദീന യുതീഖൂനഹു എന്ന ത്വാഖത്ത് എന്ന കഴിവ് ഇല്ലാത്തവർക്കാണ്. അതായത് മാക്സിമം കപ്പാസിറ്റി പ്രയോജനപ്പെടുത്തിയാൽ തട്ടിമുട്ടി വല്ലാതെ വിഷമത്തോടു കൂടി നോമ്പ് വൈകുന്നേരം വരെ പൊറുപ്പിക്കാൻ കഴിയും. അങ്ങനെ ബുദ്ധിമുട്ടാകേണ്ട കാര്യമില്ല. വെള്ളം കുടിച്ചില്ലെങ്കിൽ, എന്തെങ്കിലും ഒരല്പം ആഹാരം ഇടയ്ക്ക് ചെന്നില്ലെങ്കിൽ ശരീരം തകർന്നു പോകും, തളർന്നു പോകും. ഇത്തരം അവസ്ഥയുള്ളവര് അവരുടെ കഷ്ടപ്പാടോടുകൂടി നോമ്പ് നോൽക്കൽ നിർബന്ധമാണ് എന്നല്ല. വൃദ്ധന്മാർക്കും കുട്ടികൾക്കും ഗർഭിണികൾക്കുമൊക്കെ വിട്ടുവീഴ്ചയുള്ളത് ഈ ആയത്തിന്റെ വെളിച്ചത്തിലാണ്. ഒന്നുകൂടി മനസ്സിലാക്കാം. വല്ലദീന യുതീഖൂനഹു എന്ന് പറഞ്ഞാൽ മാക്സിമം തന്റെ കപ്പാസിറ്റി മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ നോമ്പെടുക്കാൻ കഴിയൂ. ആ ഒരു ദുർബലാവസ്ഥയിലുള്ളവരാണെങ്കിൽ അവർക്ക് നോമ്പ് നിർബന്ധമില്ല.
പാവപ്പെട്ട ഒരാൾക്ക് ഭക്ഷണം നൽകി ഫിദിയ കൊടുത്താൽ മതി. നമുക്കൊരു ഉദാഹരണം പറയാം. ഒരാൾക്ക് 10 കിലോ ഉള്ള ഭാരം തൂക്കിയെടുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അപ്പോഴ് ബുദ്ധിമുട്ടായി, ശ്വസനം തടസ്സപ്പെട്ട്, ഊരവേദന അനുഭവിച്ച് വളരെയധികം കഷ്ടപ്പെട്ട് വലിച്ചെടുത്താൽ 10 കിലോ ഭാരം എങ്ങനെയൊക്കെയോ പൊക്കിയെടുക്കാൻ കഴിയും. ഇതാണ് വല്ലദീന യുത്തീഖൂനഹു എന്നത്. എന്നാൽ മറ്റൊരാള് 10 കിലോ ഭാരം വളരെ സുഗമമായി ലളിതമായി എടുത്തുയർത്തി പൊന്തിച്ചെടുത്ത് വെക്കേണ്ടടുത്തേക്ക് മാറ്റിവെക്കാൻ പ്രയാസമൊന്നുമില്ലാതെ കഴിയും. അവരാണ് വുസ്ഉ, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. അപ്പോ ത്വാഖത്ത്, വുസ്ഉ എന്ന അറബി ഭാഷയുടെ പ്രഥമമായ ഈ അർത്ഥ തലം മനസ്സിലാക്കി കഴിഞ്ഞാൽ വല്ലദീന യുത്തീഖൂനഹു എന്നതിന് ലാ കൂട്ടിക്കൊടുത്ത് കഴിവില്ലാത്തവർക്ക് എന്ന് പറയേണ്ട കാര്യമില്ല. വളരെ കഷ്ടപ്പെട്ട് മാത്രമേ നോമ്പ് നോൽക്കാൻ കഴിയൂ. അതുകൊണ്ട് ശാരീരികമായ പല തടസ്സങ്ങളും പ്രയാസങ്ങളും അനുഭവപ്പെടുകയും ചെയ്യും. അങ്ങനെയുള്ള കഴിവ് മാത്രമുള്ളവരാണെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടേണ്ടതില്ല. ഫിദിയത്തുൻ തഅമു മിസ്കീൻ എന്നാണ് പരിശുദ്ധ ഖുർആനിന്റെ ഭാഷ്യം. അതുകൊണ്ടാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലെല്ലാം ചെറിയ കുട്ടികൾക്ക്, അതുപോലെ ഗർഭിണികൾക്ക്, മുലയൂട്ടുന്ന ഉമ്മമാർക്ക്, വൃദ്ധന്മാർക്ക്, ഇവരൊക്കെയാണ് മാക്സിമം ബുദ്ധിമുട്ടായെങ്കിലേ നോമ്പ് നോൽക്കാൻ കഴിയൂ എന്ന അവസ്ഥയിലുള്ളവർ. അവരോട് പരിശുദ്ധ ഖുർആൻ സ്നേഹപൂർവം പറഞ്ഞു, ഇല്ല, അവര് മാക്സിമം കഷ്ടപ്പെട്ടൊന്നും നോമ്പ് നോൽക്കേണ്ടതില്ല. വല്ലദീന യുത്തീഖൂനഹു ഫിദിയത്തുൻ തഅമു മിസ്കീൻ. അപ്പോഴും ഒരു കാരുണ്യ പ്രവർത്തനത്തെ വിജയിപ്പിക്കുന്നു ഇസ്ലാം. പാവപ്പെട്ട ഒരാൾക്ക് ഭക്ഷണം നൽകിയാൽ മതി. ഇങ്ങനെ വരുമ്പോൾ നോമ്പ് വളരെ ലളിതമാണ്. ബഹുഭൂരിപക്ഷം ആളുകൾക്കും അതുകൊണ്ട് ശാരീരിക സുഖം അനുഭവപ്പെടുന്നു. ഒരു മാസക്കാലത്തെ റമദാനിലെ നോമ്പ് ഉചിതമായി നിർവഹിക്കുകയും അത്താഴവും നോമ്പ് തുറയുമെല്ലാം ലളിതമായ രീതിയിലൂടെ ശാസ്ത്രീയമായി നിർവഹിക്കുകയും ചെയ്യുന്നവർക്ക് ഈ ഒരു മാസക്കാലം ശരീരത്തിന് തന്നെയും സുഖമാണ്. റമദാൻ കഴിഞ്ഞാലും ആ നോമ്പിന്റെ ശാരീരിക ഗുണം തീർച്ചയായും പ്രതിഫലിക്കുകയും ചെയ്യും. അപ്പോഴ് ഇസ്ലാമിന്റെ 5 കാര്യങ്ങളിൽ അൽ ഹജ്ജ് അവസാനത്തതാണ്. പിന്നീടാണ് നോമ്പ്, പിന്നീടാണ് സക്കാത്ത്. സക്കാത്ത് എല്ലാവർക്കും നിർബന്ധമില്ലെന്ന് എല്ലാവർക്കും അറിയാം. സാമ്പത്തികമായ വഴിയും നിലയും ഉള്ളവർക്ക് വർഷത്തിലൊരിക്കൽ നിശ്ചിത വിഹിതം കൊടുക്കുക തന്നെ വേണം. അത് ശരീരത്തിന് ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ട് തന്നെ സാമ്പത്തികമായി ആസ്തിയുള്ളവർക്ക് വേഗം അത് നിർവഹിക്കാൻ കഴിയും. എന്നാലും ഹജ്ജിനേക്കാളും നോമ്പിനേക്കാളും ലളിതമാണ് സക്കാത്ത്, ദാനരീതി. ഉദാഹരണം പറയാം. നിങ്ങൾക്ക് ഒരു നോമ്പ് നോൽക്കലാണോ സൗകര്യം, 1000 രൂപ ധർമ്മം ചെയ്യലാണോ എന്ന് ചോദിച്ചാൽ മിക്ക പേരും പറയുക 1000 രൂപ കൊടുത്ത് ധർമ്മം നൽകുന്നതാണ് ഒരു പകൽ സമയം മുഴുവൻ നോമ്പ് നോൽക്കുന്നതിനേക്കാൾ സൗകര്യപ്രദം. ആപേക്ഷികമാണ് സാമ്പത്തികമായി കഴിവുള്ളവർ. ഇങ്ങനെ വരുമ്പോൾ നോമ്പിനേക്കാളും ലളിതമാണ് സക്കാത്ത്. ഇനി രണ്ടാമത്തെ ഫർളാണ്. അതാണ് അസ്വലാത്തു അൽ ഫറായിദ്, 5 നേരത്തെ നമസ്കാരം. ഹജ്ജിനെ പോലെ യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല. ഹജ്ജിനെ പോലെ മക്കയിൽ പോകേണ്ട ആവശ്യമില്ല. ഹജ്ജിനെ പോലെ പണം മുടക്കേണ്ട ആവശ്യമില്ല. നോമ്പിനെ പോലെ 12 മണിക്കൂർ കഷ്ടപ്പെടേണ്ടതില്ല. സക്കാത്തിനെ പോലെ സാമ്പത്തിക വ്യയം ചെയ്യേണ്ടതില്ല. സാമ്പത്തികമായി ഉണ്ടാകണമെന്നുമില്ല. വളരെ ലളിതമാണ് അസ്വലാത്തു, 5 നേരത്തെ നമസ്കാരം. അത് വളരെ എളുപ്പമാണ്. അങ്ങ് ശുദ്ധി വരുത്തി അവരവരുടെ വീട്ടിലോ അവരവരുടെ സ്വന്തം മുറിയിലോ വെച്ച് നിർവഹിക്കാം. പള്ളിയിൽ ജമാഅത്തായി നിർവഹിക്കുന്നത് പുണ്യം വർദ്ധിപ്പിക്കാനാണ്. ജമാഅത്തായി നമസ്കരിക്കുന്നത് 27 മടങ്ങ് പ്രതിഫലം വർദ്ധിക്കുവാനാണ്. അതിൻ്റെ അടിസ്ഥാനപരമായ നിർബന്ധം ദിവസം 5 നേരം സമയമാകുമ്പോൾ
അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈകൂപ്പി പ്രണാമത്തോടെ നിൽക്കുക, റുക്കുഴും സുജൂദും പൂർത്തിയാക്കുക. എന്നിട്ട് പറഞ്ഞു, നിൽക്കാൻ കഴിയാത്തവര് ഇരുന്നു കൊണ്ട് നിർവഹിച്ചാൽ മതി. ഇരുന്നും നമസ്കാരം നിർവഹിക്കാൻ കഴിയാത്തവർ കിടന്നുകൊണ്ട് അങ്ങനെ നിർവഹിച്ചാൽ മതി. കിടന്നുകൊണ്ടും നിസ്കാരം നിർവഹിക്കാൻ കഴിയാത്തവര് നമസ്കാരത്തിന്റെ രൂപങ്ങൾ, അതിൻ്റെ ചലനങ്ങൾ മനസ്സിലൂടെ സഞ്ചരിപ്പിച്ചാൽ മതി, ഓർത്താൽ മതി എന്നർത്ഥം. എങ്കിൽ വളരെ ലളിതമാണ് നമസ്കാരം. 5 നേരവും അംഗശുദ്ധി വരുത്തണം. അതെന്തുകൊണ്ട്? ശരീരത്തിന്റെ വൃത്തിയും ശുദ്ധിയും ജീവിതത്തിൽ പരിപാലിക്കുന്നത് ആരോഗ്യപരമായ രക്ഷക്കും അനിവാര്യമാണ്, അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന കാര്യവുമാണ്. ഔറത്ത് മറക്കണം, ശരീരത്തിന്റെ അച്ചടക്കം പാലിക്കണം, ഖിബിലെ നിർണയം നോക്കണം. ഇങ്ങനെ കുറച്ചൊക്കെ നിബന്ധനകൾ ഉണ്ടെങ്കിലും താരതമ്യേന മറ്റ് 3 ഫർളുകളെയും അപേക്ഷിച്ച് സക്കാത്ത്, നോമ്പ്, ഹജ്ജ് വളരെ എളുപ്പമാണ് 5 നേരത്തെ നിസ്കാരം. ഈ 5 നേരത്തെ നമസ്കാരത്തിൽ തന്നെ പിന്നെയും വിട്ടുവീഴ്ച. സ്ത്രീകൾക്കൊക്കെ അവർക്ക് ഓരോ മാസത്തിലും ശാരീരികമായ പ്രത്യേക അവസ്ഥ വരുമ്പോൾ 6-7 ദിവസം ഒഴിവാണ്. അതുപോലെ യാത്രക്കാർ വളരെ ചെറിയ യാത്രയാണെങ്കിൽ പോലും ഇക്കാലത്ത് 100 കിലോമീറ്റർ ഉള്ള യാത്ര, 111 കിലോമീറ്റർ ഉള്ള യാത്ര, അല്ലെങ്കിൽ 85 കിലോമീറ്റർ ഉള്ള യാത്ര, അതൊന്നും ഒരു വലിയ യാത്രയല്ല. എന്നാൽ അത്തരം ചെറിയ യാത്രകളിൽ പോലും ളുഹുറും അസ്റും ഒരു സമയത്ത് നമസ്കരിച്ചാൽ മതി. മഗ്രിബും ഇശാഉം ഒരു സമയത്ത് നമസ്കരിച്ചാൽ മതി. അതും 4 റക്അത്തിന് പകരം 2 മതി. ഇവിടെ യാത്രക്കാർക്ക് ജംഉം ഖസ്റുമായി നമസ്കരിക്കാമെന്ന എല്ലാ നിയമത്തിലും മദ്ഹബിലുമുള്ള വിശാലമായ ആനുകൂല്യ നയം പലരും മനസ്സിലാക്കാത്തത് കൊണ്ട് കഷ്ടപ്പെടുകയാണ്. ബസ്സിലൊക്കെ ദീർഘയാത്ര ചെയ്യുന്നവര്, അവർക്കൊക്കെ ജംഉം ഖസ്റുമായി, അഥവാ 5 നേരത്തെ നമസ്കാരം 3 നേരമേ അവൻ പാലിക്കേണ്ടതുള്ളൂ. ജംആയി അനുഭവിച്ചാൽ മതി, ആസ്വദിച്ചാൽ മതി. ചുരുക്കത്തിൽ ഇസ്ലാമിന്റെ 2ാമത്തെ കാര്യമായ അസ്വലാത്തു ലളിതമാണ്, ആപേക്ഷികമായി സുഖമാണ്. ഇനിയാണ് ആർക്കും വിട്ടുവീഴ്ചയില്ല. അള്ളാഹുവിന്റെ ഏകത്വത്തെയും അന്ത്യപ്രവാചകരായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനെയും അംഗീകരിക്കുകയും വ്യക്തമായി നാവുകൊണ്ട് പ്രഖ്യാപിക്കുകയും വേണം. അതാണ് അശ്ശഹാദത്തൈനി. ഏറ്റവും എളുപ്പമുള്ളതിനെ മുന്നിൽ കൊണ്ടുവച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് എളുപ്പമുള്ളതിനെ 2ാം സ്ഥാനത്ത് വെച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് എളുപ്പമുള്ളതിനെ 3ാം സ്ഥാനത്ത് വെച്ചിരിക്കുന്നു. ഇങ്ങനെ ആലോചിക്കുമ്പോൾ എത്ര ലളിതമാണ് ഇസ്ലാം, എത്ര സുന്ദരമായ വ്യവസ്ഥിതിയാണ് ഈ രീതിയിലുള്ളത്. ഇനി അശ്ശഹാദത്തൈനി എന്ന് പറയുന്നത് ആയുസ്സിലൊരിക്കലേ നിർബന്ധമുള്ളൂ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. മനസ്സറിഞ്ഞ് ആയുസ്സിലൊരിക്കൽ അത് പ്രഖ്യാപിക്കുന്നതോടുകൂടി അവൻ അർക്കാനുൽ ഇസ്ലാമിലെ പ്രഥമ കവാടം അകത്തേക്ക് പ്രവേശിച്ചു, മുസൽമാനായി കഴിഞ്ഞു. ഇനി ഈ 5 റുക്നുകൾക്ക്, അർക്കാനുൽ ഇസ്ലാമിലെ 5 ഘടകങ്ങൾക്കും അതിൻ്റെ നാഫിലത്തുകളുണ്ട്, അതിൻ്റെ സുന്നത്തുകളുണ്ട്. അത് ഫർളുകളിലുള്ള കുറവ് പരിഹരിക്കാനുള്ളതും അവരവരുടെ ആത്മീയ മികവ് വളർത്താനുള്ളതുമാണ്. ഹജ്ജിന്റെ നാഫിലത്താണ് ഉംറ. പക്ഷേ ഹജ്ജിനുള്ള മര്യാദകളിൽ പലതും പരിപാലിക്കണം. മക്കയിൽ തന്നെ പോകണം, തവാഫും സഅയും ചെയ്യണം. ആപേക്ഷികമായി പ്രയാസമുള്ളത് തന്നെയാണ്. എന്നാൽ അതിൻ്റെ സുന്നത്ത് എപ്പോഴും പോകണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഹജ്ജ് യാത്രയിൽ പോലും ഒരു യാത്രയിൽ ഒരു ഉംറ എന്നതാണ് നിശ്ചിതമായ നിയമമുള്ളത്. അത് വർദ്ധിപ്പിക്കുന്നവർ പുണ്യവർദ്ധനവിന് വേണ്ടി കഷ്ടപ്പെടുന്നവരുമാണ്. ആവട്ടെ അസ്വിയാമ് 4ാമത്തെ റുക്കിന്, അതിനുമുണ്ട് നാഫിലത്ത്. വർഷത്തിൽ ഒരു മാസം ഫർളായ റമദാനിലെ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വിഹിതം നാഫിലത്തായി ഐച്ഛികമായി ചെയ്യണമെങ്കിൽ പല ചാൻസുമുണ്ട്. തിങ്കളാഴ്ചയാവാം, വെളുത്ത രാവുകളിലാകാം, അറഫയും അതുപോലെ ആഷൂറയും ഒക്കെ ആകാം.
എന്നാൽ ആപേക്ഷികമായി അതിന് ഫർള് നോമ്പിന്റെ അതേ സൗകര്യങ്ങളും പ്രയാസങ്ങളും ബാധകമാണ്. 12 മണിക്കൂർ തന്നെ നോൽക്കണം. സുന്നത്ത് നോമ്പാണെന്ന് കരുതി സുബഹി മുതൽ 10 മണി വരെ രാവിലെ പറ്റില്ല. അപ്പൊ നാഫിലത്ത് അവിടെയും ഫർളിന്റെ അതേ അവസ്ഥയാണ്. പ്രയാസമാണെങ്കിൽ പ്രയാസം, സമയമാണെങ്കിൽ സമയം. ഫർളായ റമളാൻ നോമ്പിന്റെ അതേ പ്രയാസങ്ങളെല്ലാം നാഫിലത്തായ സുന്നത്ത് നോമ്പുകൾക്കുമുണ്ട്. സക്കാത്തിന്റെ നാഫിലത്താണ് സ്വതക്ക. പണമുള്ളവർക്ക്, സംവിധാനമുള്ളവർക്ക് വാരിക്കോരി കൊടുക്കുക, അളവില്ലാതെ ദാനധർമ്മം ചെയ്യുക. അത് നാം നേരത്തെ പറഞ്ഞതുപോലെ പണമുള്ളവർക്കേ കഴിയൂ, എല്ലാവർക്കും സാധിക്കില്ല. സക്കാത്തിന്റെ നാഫിലത്തായ സ്വതക്ക പണമുള്ളവർക്ക് എളുപ്പമാണ്, പണമില്ലാത്തവർക്ക് സാധിക്കുന്നതുമല്ല. ഇനി അസ്വലാത്തു, ഫർളായ 5 നമസ്കാരങ്ങളുടെ നാഫിലത്ത്. റവാത്തിബ് നമസ്കാരമുണ്ട്, തറാവിയഹുണ്ട്, ളുഹയുണ്ട്, വ്യത്യസ്തങ്ങളായ സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്. ഫർള് നമസ്കാരവുമായി ബന്ധപ്പെട്ട അനിവാര്യ നിയമങ്ങളൊക്കെ കണിശമായി പുലർത്തിയിരിക്കണം. ഔറത്ത് മറക്കണം, വുളു എടുക്കണം, ശുദ്ധി വേണം, ഖിബിലക്ക് തിരിയണം. ഈ മര്യാദകളൊക്കെ പരിപാലിച്ചാൽ സുന്നത്തായ അസ്വലാത്തു എന്ന ഫർളിന്റെ നാഫിലത്ത് നിർവഹിക്കാൻ കഴിയും. ഇതെല്ലാം ചിന്താപൂർവം തെരഞ്ഞെടുക്കുകയും ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടി എനിക്കൊരു പ്രോഗ്രാം വേണം, എനിക്കൊരു പദ്ധതി വേണം, ഇതുമായി ബന്ധപ്പെട്ട തിരുപാടുള്ള വിദഗ്ധരുമായി ചർച്ച ചെയ്ത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പുണ്യങ്ങളൊക്കെ ഏതാണ് എന്ന ഒരു ആലോചന വേണം. ആധുനിക കാലത്ത് നമുക്കറിയാം, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നമുക്ക് കൺസൾട്ടന്റുകളുണ്ട്. സാമ്പത്തികമായി നമ്മൾ എങ്ങനെ മുന്നേറണം, നമ്മുടെ ബിസിനസ് എങ്ങനെ വളർത്തണമെന്ന് അതിൻ്റെ എക്സ്പേർട്ടുകളുമായി നാം കൂടിയിരിക്കുന്നു. അവരുമായി ഉപദേശ നിർദ്ദേശങ്ങൾ പങ്കുവെച്ചാണ് ഏത് ബിസിനസ് എങ്ങനെ, എവിടെ, എപ്പോൾ ചെയ്യണമെന്ന് ബുദ്ധിയുള്ളവരൊക്കെ നിർവഹിക്കുന്നത് അങ്ങനെയാണ്. കഷ്ടകരമെന്ന് പറയട്ടെ, ഇസ്ലാമിക അനുഷ്ഠാനങ്ങളുടെ കാര്യത്തിൽ അത്തരം എക്സ്പേർട്ടുകളുമായി വ്യക്തിബന്ധം പുലർത്തി അവരവരുടെ അവസരവും സമയസന്ദർഭവും സംവിധാനവും ആലോചിച്ചെടുത്ത് അതിന് പറ്റുന്ന ഒരു ക്രമീകരണം സ്വീകരിക്കാൻ പലർക്കും കഴിയുന്നില്ല. ഇവിടെയാണ് ഫർസുൽ ഇബാദാത്ത് എന്ന ഒരു ദർശനം, അതായത് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ അധ്വാനമില്ലാതെ വളരെ കൂടുതൽ ലാഭം ഉണ്ടാകുമെന്നുറപ്പുള്ള, നഷ്ടം വരികയില്ലെന്ന് ഉറപ്പുള്ള, വളരെ ലളിതമായി നിർവഹിക്കാവുന്ന പുണ്യങ്ങളെ നാം കണ്ടെടുക്കുക. അർക്കാനുൽ ഇസ്ലാമി ഖംസ, ഈ 5 കാര്യങ്ങൾക്കും നാം പറഞ്ഞു നാഫിലത്ത് ഉണ്ട് എന്ന്. ഈ 5-ലെ 4 റുക്നുകളുടെയും നാഫിലത്ത് അതിൻ്റെതായ പ്രയാസങ്ങളുണ്ട്. അത്രയങ്ങ് എളുപ്പത്തിൽ നിർവഹിക്കാൻ കഴിയുന്നതല്ല. പരിപൂർണമായി സ്വീകരിക്കപ്പെടുന്ന വിധത്തിൽ സഹിഹായി സുന്ദരമായി തീരണമെങ്കിൽ നിബന്ധനകൾ കണിശമാണ്. 4 കാര്യങ്ങളുടെ സുന്നത്തുകൾക്കും നിബന്ധനകൾ കണിശമാണ്. ഉദാഹരണം, നോമ്പ്. സുന്നത്ത് നോമ്പായാലും ഫർള് നോമ്പായാലും കണിശമായ അച്ചടക്കങ്ങൾ പുലർത്തണം. അപ്പോഴേ സിയാമ് പൂർത്തിയാവുകയുള്ളൂ. മല്ലം യദ ഖൗല الزൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബഹ. അനാവശ്യ സംസാരവും മോശപ്പെട്ട ചിന്തകളും ഒഴിവാക്കാൻ ഒരാൾക്ക് കഴിയുന്നില്ലെങ്കിൽ അവൻ പട്ടിണി കിടക്കുന്നത് കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. നിയമം കർശനമാണ്. നമസ്കാരം എന്ന പുണ്യം ചെയ്യാൻ കുറച്ചൊക്കെ എളുപ്പമാണെങ്കിലും ഏകാന്തത വേണം, ഏകാഗ്രത വേണം, ഖുശൂഅ് വേണം, ഹൈആത്തും അബ്ആദും എല്ലാം പരിപാലിച്ചിരിക്കണം. എന്നാൽ തന്നെയും ചെറിയ ചെറിയ അനക്കങ്ങൾ അല്ലെങ്കിൽ നിയമവിരുദ്ധമായ രീതികൾ സ്വീകരിച്ചാൽ സ്വീകരിക്കപ്പെടുകയില്ല, ചിലപ്പോൾ സഹിഹാവുകയുമില്ല നിസ്കാരത്തിന്റെ കാര്യം. എന്നാൽ ഇവിടെയാണ് അഷഹാദത്തൈനി ആയുസ്സിലൊരിക്കൽ ചെയ്ത് നിർബന്ധം പൂർത്തിയാക്കിയ ഒരു മുസൽമാൻ അതിൻ്റെ നാഫിലത്തായി അതിൻ്റെ വർധനവുള്ള രീതിയാണ്
ദിക്റുല്ലാഹി വസ്സലാത്തു അലാ സയ്യിദിന റസൂലില്ലാഹി. ഇത് പഠിക്കണം. ഇത് ഒരു എക്സ്പേർട്ടുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്ര ലളിതമാണ്, മനോഹരമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് തീർച്ചപ്പെടുത്തിയ വിശ്വാസമുള്ള ഒരാള് അതുമായി ബന്ധപ്പെട്ട പദപ്രയോഗങ്ങൾ ദിക്റുല്ലാഹി, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, ഏതുമാകട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത്തരം ദിക്റുകളെ വർദ്ധിപ്പിക്കലാണ് ഷഹാദത്തൈനിയുടെ നാഫിലത്ത്, സുന്നത്ത്. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് ആയുസ്സിലൊരിക്കൽ മനസ്സറിഞ്ഞ് പ്രഖ്യാപിച്ച ഒരാള് പിന്നെ ചെയ്യേണ്ടത് എന്താണ്? ആ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിവിധ രീതിയിലുള്ള തിരുനബി തങ്ങളുടെ പേരിലുള്ള സ്വലാത്തുകളെ വർദ്ധിപ്പിക്കുക. അതാണ് നാഫിലത്തു ഷഹാദത്തൈൻ. ഈ ആദ്യത്തെ റുക്നിന്റെ നാഫിലത്ത് ദിക്റുല്ലാഹി വസ്സലാത്തു അലാ റസൂലില്ല, സമയബന്ധിതമല്ല, ശരീരത്തിന് തീരെ പ്രയാസമില്ല, പള്ളിയിൽ പോയി ചെയ്യണമെന്നില്ല, കുളിച്ച് വൃത്തിയാക്കി വുളു ചെയ്ത് മാത്രമേ ചെയ്യാൻ പാടൂ എന്ന് നിയമമില്ല, ഔറത്ത് മറക്കൽ നിർബന്ധമില്ല. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് ചൊല്ലിക്കൊണ്ടിരിക്കാൻ പ്രയാസമില്ല, പൈസയുടെ മുടക്കില്ല, മക്കയിലേക്ക് പോകണമെന്ന നിയമമില്ല, പോകട്ടെ പള്ളിയിൽ പോയി ചൊല്ലിയാലേ സ്വലാത്ത് പറ്റൂ എന്നില്ല, സഗൗരവം ചെയ്യണമെന്നില്ല, തമാശയായി ചൊല്ലിയാൽ പോലും മതി, സ്വീകരിക്കപ്പെടാതിരിക്കുകയില്ല. ലാഭം സുനിശ്ചിതമാണ്, അധ്വാനം വളരെ കുറവാണ്. സമയമോ ഹജ്ജിനെ പോലെ മാസങ്ങൾ ആവശ്യമില്ല, നോമ്പിനെ പോലെ 12 മണിക്കൂർ ആവശ്യമില്ല, നിസ്കാരത്തെ പോലെ 5 മിനിറ്റും ആവശ്യമില്ല. സുന്നത്തായ ഒരു നമസ്കാരം 2 റക്അത്ത് നമസ്കരിക്കണമെങ്കിൽ എത്ര മിനിറ്റ് വേണം ചുരുങ്ങിയത്? എന്നാൽ സുന്നത്തായ നാഫിലത്തു ഷഹാദത്തൈനിയിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നോ അല്ലാഹ് എന്നോ ഉച്ചരിക്കാൻ ചെറിയ സെക്കൻഡുകളുടെ ആവശ്യമേ ഉള്ളൂ. ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഇസ്ലാം എളുപ്പമാണ്, പ്രബുദ്ധമാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട എക്സ്പേർട്സ് ഫസ്അലു അഹ്ലൽ ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉത്ബോധനം ഉൾക്കൊണ്ട ആളുകൾ ഉണ്ടാകും, അവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിർവഹിക്കുവീൻ. പരിശുദ്ധ റമദാനിന്റെ നോമ്പ് എന്തു മധുരതരമാണ്! കാരുണ്യത്തിന്റെ പ്രവർത്തനങ്ങൾ, പരിശുദ്ധ ഖുർആൻ പാരായണത്തിന്റെ സന്ദർഭങ്ങൾ, സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുവാനുള്ള ഇടങ്ങൾ, പള്ളികൾ മുഖരിതമാണ്. നോമ്പിന്റെ ഈ ലാളിത്യത്തിൽ ശരീരം തന്നെയും അനുഭവിക്കുന്ന സുഖം അത് വല്ലാത്തതാണ്. പക്ഷെ അതിനൊക്കെ ഈമാനികമായ ഒരു ഒഴുക്ക്, ഒരു ശരാശരി വളർച്ച ഉണ്ടായിരിക്കണം. അപ്പോഴാണ് എല്ലാം ആസ്വാദ്യകരമായി തീരുക. ആസ്വാദനത്തോടുകൂടി അമലുകൾ നിർവഹിക്കുക. അതിനാണ് അല്ലാഹു തആല നോമ്പ് പോലും നിശ്ചയിച്ചത്. അർറൂഹ്, അള്ളാഹുവിലേക്കുള്ള പ്രയാണം നടത്തേണ്ട ആത്മതലം ആരോഗ്യകരമായി സുഗമമായി അള്ളാഹുവിലേക്ക് പ്രയാണം നടത്താൻ ശരീരത്തിന്റെ ഭാരം തടസ്സമായി കൂടാ. വല്ലാഹു ഖദ് കതബ സിയാമ ബിഫദ്ലിഹി കൈലാ തളീഖ റൂഹു ബിൽ അബ്ദാനി എന്ന ഗുരുമൊഴി വളരെ വളരെ ശ്രദ്ധേയമാണ്. അള്ളാഹുവിനെ അറിഞ്ഞ് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന ജീവിത രീതിയിലേക്ക് മുന്നേറാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.